ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ശരിക്കത്തെ മൈൻക്രാഫ്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. റിയൽ മൈൻക്രാഫ്റ്റ് അല്ല, ക്ഷമിക്കണം, ഇത് കയറ്റാനുള്ള പ്രസക്തി നമുക്കില്ല. അപ്പോൾ നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതാ നമ്മൾ നിൽക്കുന്നു. അലക്സാണ്ടർ മെക്വി, അലക്സ് എന്നാണ് പേര്. നമ്മുടെ അലക്സ് അതാ ഓടുന്നു. അതെന്താണത്? നമ്മുടെ ഇര. നമുക്ക് കിടക്കാൻ ബെഡ് വേണ്ടേ ഗൈസ്? നമുക്ക് ആ ഇരയെ നമുക്ക് പച്ചൂനെ കൊന്നിട്ട് വേണം നമുക്ക് ഇത് മൊത്തത്തിൽ ഹാങ്ങാണ്. ഇതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലടി. നമ്മൾ പീസ്ഫുള്ളിലാണ് ഇട്ടിക്കണം. അതുകൊണ്ട് തന്നെ സോംബി ഉണ്ടാവില്ല. ഏറ്റവും മലമുകളിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പീസ്ഫുൾ ആയതുകൊണ്ട് പിന്നെ ഒന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലും ചെമ്മരിയാടുകളുണ്ടോ? നമുക്ക് പോയിട്ട് മറ്റേ ബോക്സ് തുറന്നാലോ? നമുക്കൊരു കാര്യം ചെയ്യാം. വാട്ടറിന്റെ അടിയിലും ഒരു ഗുഹയുടെ ഉള്ളിലും ചെസ്റ്റ് ഉണ്ട്. അതങ്ങോട്ട് വാട്ടറിന്റെ അടിയിലത്തെ ഫസ്റ്റ് തുറന്നു. നമുക്ക് വാട്ടറിന്റെ അടിയിലത്തെ ചെസ്റ്റ് തുറന്നു നോക്കാം. ടച്ച് ചെയ്താൽ മതി ചെസ്റ്റ് തുറക്കാൻ. അവിടെ അല്ല പ്ലേസ് അറിയില്ലേ? ഏത് ബോട്ട് ഉണ്ടാക്കിട്ട് ചുറ്റിക്ക് ഇറങ്ങി കൂടി. അവിടെയാണ് പ്ലേസ്. ഇത് ഇട്ടൂടറി. എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ പോകും. ഞാൻ പറഞ്ഞുതരാം പ്ലേസ്. ഞാൻ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. വേദലക്ഷ്മി അത് പൊക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനത് ഇട്ട് വെച്ചു. നൈസായിട്ട് അവിടെ എത്തണം. പൊക്ക് ഹെൽത്ത് പറയും. ഇപ്പൊ പ്ലേസ് കഴിഞ്ഞു. അവിടെയാണ് പ്ലേസ്. അവിടെ ഒരു ചെസ്റ്റ് ഉണ്ട് ഗൈസ്. അതിൻ്റെ ഒപ്പം വാട്ടറിൻ്റെ അടിയിൽ നെതർ പോർട്ടൽ പോയി. നെതറിലത്തെ പോർട്ടൽ എടാ തുറക്കണത്. ശരി ഗൈസ്, നമ്മൾ കുറച്ച് മുകളിലേക്ക് പൊങ്ങണ്ട ഒരു സംഭവം ഉണ്ട് ഗൈസ്. അത് എടാ എനിക്ക് ഓപ്പൺ ചെയ്യണത്. എടാ അത് കാർപ്പറ്റൊക്കെ എടുത്ത് പൊക്ക്. ഇനിയിപ്പോ ഒബ്സിഡിയനാ. അതാ നെതർ പോർട്ടൽ വെച്ചോ. ഒബ്സിഡിയൻ കിട്ടിയിട്ട് ഉണ്ടാക്കാനുള്ള മുഞ്ചി ഇനി വെള്ളത്തിലടി നിക്കണേ. പോയി ഇവിടെ ഇപ്പുറത്തെ ഐലൻഡില് ഗൈസ് നമുക്കൊരു പിച്ചാച്ചി കാണാം ഗൈസ്. ഈ ഗോൾഡൻ സോഡിന്റെ പ്രത്യേകത പാതിരാത്രി എനിമൽസിന് ഇട്ടടിച്ച് അവന്മാര് കത്തും. എന്നിട്ട് കുക്കഡ് സാധനമൊക്കെയാണ് കിട്ടുക. ഇത് റോയാണ്. എന്ത് ചെയ്യാം? നമുക്ക് അപ്പുറത്തെ പറമ്പിക്ക് പോവാം. കാരണം അവിടെ നിറച്ച് മരണ്ട്. അല്ലടി, നമുക്ക് സാധാ സീഡ്സ് മറ്റേ കുഴിച്ചിടാൻ പറ്റാത്തുള്ളൂ. അല്ല, നീ മരത്തിന്റെ മേളിലാണോ വീടേക്കണേ? ഇവിടെ നിറച്ച് മരാണല്ലോ ഗൈസ്. മരത്തിന്റെ മേളിലാണോ വീടേക്കണേ? പ്രതീക്ഷിച്ചില്ല. ഞാൻ മരത്തിന്റെ മുകളിലല്ല വീടേക്കുന്നത്. ഇത് നല്ല പ്ലേസ്. ആകെ കൂടി ഒരു മരമില്ലാത്ത പ്ലേസ് എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. നിറച്ച് മരം. സാൻഡിൽ വിടച്ചാലോ ഗൈസ്? വേണ്ട, കുറ്റിക്കാട് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വീട് വെക്കാം. നമുക്കിവിടുത്തെ പുല്ലൊക്കെ പൊട്ടിച്ച് കളയാം. വീടൊക്കെ കിട്ടും. അപ്പൊ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് കോഴീനെ പിടിക്കാം. എന്നിട്ട് അടിച്ചങ്ങോട്ട് കൊല്ലാം. ഒരു കാര്യം ചെയ്യാലോ ഗൈസ്? നമുക്ക് കോഴി ഫാം തുടങ്ങിയാലോ? കോഴി ഫാം തുടങ്ങിയിട്ട് കാര്യമില്ല. തീറ്റ നീ ഒന്നും കൊടുക്കോ? എഗ്ഗ് മാത്രം വെച്ചെങ്കിൽ തരുമല്ലോ. പിന്നെ ഒരു കുട്ടീനെ തരും. പിന്നെ ഒരു കോഴിക്കുട്ടി ഫാം ഉണ്ടാക്കാൻ മതി. കോഴി ഫാം. ഫാം അടിക്കാം. 4 സീഡല്ലായിട്ടുള്ളൂ. ഓരോ ദിവസം കൂടുന്തോറും എല്ലാത്തിനും നമുക്ക് ഇത് കുറച്ച് മരം പൊളിക്കണം. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് മരം പൊളിക്കാം. അവിടെ എന്താ അതാ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. നമ്മളിവിടെ നിന്നും മരം പൊളിക്കുന്നു. നമുക്ക് അവിടെ നിന്ന് മരം പൊളിക്കാം. ഇത് ഏതാ സ്ഥലം ഗൈസ്? ഇടി വല്ല സ്പീഡ് പൊളിക്കടി. കോഴി ഇവിടെ നിന്ന് ആ മുകളിലേക്ക് കയറി വെക്കും മരത്തിൻ്റെ. ആകെ പൊട്ടിച്ചിട്ടുണ്ട്.
കോപ്പ അവിടെ കയറാൻ പറ്റില്ല. കുറച്ച് അതിൻ്റെ സൈഡിൽ കയറി. ഇതൊക്കെ പൊട്ടിച്ച് തകർത്ത് മുന്നേറണം. ഇതെങ്ങനെ സാധിക്കും? ആപ്പിളാ? ഇപ്പൊ തന്നെ ആപ്പിള് കിട്ടി കഴിച്ചു നമുക്ക്. ഇത് ജംഗിളല്ലേ? എന്നിട്ട് എവിടെ നിന്നാണ് ഈ ആപ്പിൾ കിട്ടുന്നത്? ഇത് ഓക്കാണ്. ചോക്കിനെ ബ്രീഡ് ചെയ്ത് ജംഗിൾ ഉണ്ടാക്കിയതാണ്. ശരിയാണ്. ഓക്കിന്റെ അല്ല ഗൈസ്, ഇത് ഓക്കിന്റെ ഇപ്പുറത്ത് ജംഗിളും ഇപ്പുറത്ത് ഓക്കും. ഇത് ഓക്ക്, ഇത് ജംഗിള്. ഇപ്പൊ നമ്മൾ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് ജംഗിള്, ഇപ്പൊ പൊട്ടിക്കുന്ന ഓക്ക്. ഗൈസ് ഇതൊരു അടിപൊളി ഐഡിയ അല്ലേ? ആപ്പിളൊക്കെ കിട്ടും. പൊട്ടിക്കുന്ന തോറും ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇതിന്റെ ചില്ല അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. എടി അതിന്റെ മുകളിലൊരു ഇത് കിടക്കുന്നുണ്ടാ. ഓ എന്റെ കുന്തറാണ്ടം ഓക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റിക്ക്. ഞാനതെങ്ങനെ കഴിക്കാൻ വേണ്ടി ഗോൾഡൻ ആപ്പിൾ കഴിക്കാൻ പറ്റി. അത് തന്നെ പൊട്ടി വീണോളൂ, അത് തന്നെ പൊട്ടി വീണോളൂ. ഞാൻ അടിവാക്കില്ലല്ലോ. അത്ര ക്ഷമിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് എടുത്ത് കുഴിച്ചത് കിട്ടുമോ? അതാണ് എൻ്റെ വലിയൊരു സംശയം. ആ സ്റ്റിക്ക് എടുക്ക്. ഒരു സ്റ്റിക്ക് കുറച്ച് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. അതാ നമ്മൾ കളക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്പോട്ടിക്ക് പോകണ്ടേ? ചെമ്മരിയാടി ഗോൾഡൻ സ്വാഡ് എടുക്ക്. കത്തിപ്പോയി. കുക്കഡ് റോമട്ടൻ കിട്ടി. എന്തായാലും ഇതെന്താ ബ്ലാക്ക് കളർ? കുക്കഡ് മട്ടൻ. കുക്കഡ് മട്ടൻ. മട്ടനും സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തേക്കാം. ചെല്ലു മകളെ. ഫ്ലിന്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല. സ്റ്റിക്ക് ഇരുന്നോട്ടെ. ഇതിന്റെ കമ്പുണ്ടാകളാണ്. പ്രഷർ പ്ലേറ്റ് എന്തിനാന്ന് പോലെ പിടുത്തണ്ട എനിക്ക്. റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഒന്നും വേണ്ട. ഇനി റെഡ് സ്റ്റോൺ ഡസ്റ്റ് നമുക്കിനി നമ്മുടെ പേസിലേക്ക് വേണം. എന്ത് മരാണ് പണ്ടൻ സാധനം? അതിന്റെ മുകളിലെത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കാം. ഒരു പക്ഷെ നമുക്കൊരു കാര്യം ചെയ്താലോ, അതിന്റെ ഏറ്റവും പാണ്ടക്കുട്ടന് കൊടുത്തോ മോള? പാവൻ എടാ പാണ്ട മുള തിന്നോ? കാണിച്ചു കൊടുക്കി. ഐ പാണ്ട കുട്ടൻ മുള. എടാ തിന്നണത് ഇത് വേണ്ടത്. പാണ്ടക്കുട്ടൻ മുള തിന്നോ? എന്താ തീറ്റ? കുടുപോയി. പാണ്ടനെ വശീകരിക്കുന്നു. പാണ്ടയുടെ വയറ് നിറഞ്ഞു തോണ്ടിട്ടോ. അതിന്നോ നീ തിന്ന് തീർത്തോ? എടി ഇത് ചിക്കൻ്റെക്കാളതാട്ടാ. അത് പന്നേണ്ടൊരു ചെടി ഉണ്ടതിലൂടെ. പശു അതൊക്കെ എടുത്ത് തിന്നിട്ടോ. പശുവാ തിന്നോട്ടെ. കറയെ കിടക്കുന്നതൊക്കെ എടുത്ത് തിന്നതാണോ? അത് കൊല്ലു. അത് വയറ് വീർത്ത് ചാവടന്ന്. ഇതിപ്പോ നമ്മള് പീസ്ഫുള്ളാണ് ഇട്ടേക്കണേ. അറിയാറും രാത്രി സോംബീസ് ഒന്നും ഉണ്ടാവില്ല, സ്കെൽറ്റൺസ് ഒന്നും ഉണ്ടാവില്ല, ക്രീപ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല, അമ്മാതിരി ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അത് ആരുടെ പ്രേതം. പാണ്ടക്കരയണു ഗൈസ്. എടോ ഇനി താടേ ഇത് എന്ത് പാണ്ടയുടെ കൊടവയറും പാണ്ട. നമ്മൾ ബാമ്പു കാണിച്ചിട്ട് കയറിയില്ല കേട്ടോ ഇത് കൂടെ. പൊളിയടാ പൊളിക്കെടുക്കടാ പൊളിയുടെ മലക്സ വേഗമായിക്കോട്ടെ. മലക്സ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറാം. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് അപ്പുറത്തെ മരത്തിൽ കൂടെ ഇപ്പുറത്തെ മരത്തേക്ക് ചാടാം. എനിക്കതിനുള്ള ടൈമില്ല ഗൈസ്. നമ്മൾ എവിടെയാണ് നമ്മുടെ വീട് വെക്കുന്നത്? നമ്മളങ്ങടാണ് പോണ്ടത്. മനസ്സിലായി ഗൈസ്. ഇവിടെ നമ്മളെവിടെ നിന്നാണ്ടോ. ഇവിടെ സത്യം പറയുകയാണെങ്കിൽ നിറച്ച് നോക്കാം. ഞാൻ ആദ്യം സാൻഡിൽ വീട് വെച്ചോളെന്ന് പറഞ്ഞിട്ട് പൊട്ടയ്ക്കാണ് സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ട് പട്ടയാണ് നമ്മുടെ സ്ഥലം. താഴത്ത് വീണ് ചാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആമേനെ ഫീഡ് ചെയ്ത് സീഗ്രാസ് എടുത്ത് അമ്മേനെ വന്നിട്ടുണ്ട്. മറ്റൊരു ആമേനെ ചാടി വേദ ചാവും. ഇടയ്ക്കിടയ്ക്ക് ഓട്ടോ ജമ്പൊക്കെ പോവും. ഈ മണലിലേക്ക് 3 അടി കുഴിച്ചിട്ട് മുകളിൽ കൂടെ മൂടിയാൽ മതി. രാത്രിയായി. വീട് ഇവിടെയല്ലേ പറഞ്ഞേ?
എല്ലാം ഒപ്പത്തിലൊപ്പത്ത് നിൽക്കണം. പക്ഷെ ഞാനത് ഒപ്പൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ആദ്യം ഇപ്പം നമുക്ക് ഇത് കേട്ടോണ്ട് വരും. വാവ്, ഇതാണോ എൻ്റെ വീട്? സൂപ്പറായിട്ട് കൊച്ചിട്. ഇത് തൽക്കാലത്തേക്കുള്ള വീടാണ് ഗൈസ്. നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്. ഇതറിഞ്ഞിട്ടേ ഇതിൻ്റെ അപ്പുറത്തുണ്ട്, അപ്പുറത്തേക്ക് പണിയാൻ പോരായിരുന്നാ? അപ്പുറത്തേക്ക് ഉണ്ട്, അപ്പുറത്തേക്ക് പണിയാൻ മതി. ഇരുന്നോട്ടെ. ശരിയാണ് പണിയൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ, വെറുതെ ഉണ്ടാക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. ഇവിടെ നിൽക്കാം, തണലിൽ നിൽക്കാം. ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്ത് ഇട്ടുണ്ട്, അപ്പുറത്തേക്ക് പണിഞ്ഞാൽ മതി. അപ്പൊ ഈ താഴെ വെച്ചത് എക്സ്ട്രാ കിട്ടും. സാൻഡ് കൊണ്ട് ഓക്ക് പ്ലാന്റ്സ് അങ്ങനെ കുറേ പ്ലാന്റ്സ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു സേഫ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സാൻഡ് കൊണ്ട് വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും സേഫ് അല്ല. അടിയിലത്തെ ഒരു പൊട്ടിക്കാനൊക്കെ നമ്മളെ മുകളിലത്തെ സാധനം അടർന്ന് കളക്ട് ചെയ്ത് നമുക്കൊരു നേരവും നമ്മളെ വീടും കൂടി ലുക്ക് ഉപേക്ഷിക്കുന്നു. പിന്നെ പോയിട്ട് ഒരു 14 ജംഗിൾ പ്ലാന്റ്സ് ഇനി വൈകിട്ട് ഫുള്ളും ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിൽ പോകുന്നത്. സ്റ്റിക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ എന്നിട്ടൊരു പിക്കാക്സ് ഉള്ള സാധനം ഫുള്ള പണ്ടൊക്കെ തിന്നാൻ കൊടുത്തിട്ടേ അടിപൊളിയായിപ്പോ. എടി എടി കുറച്ച് ജംഗിൾ പ്ലാന്റ്സ് ഉണ്ടാക്കടി, ഞാൻ നിന്നോട് പറയാൻ വരുമായിരുന്നു. ജംഗിളായാലും ഓക്കന വേണം നിർത്തുന്നില്ലേ? ജംഗിൾ ഓക്കാണ് ഭയങ്കര ഇഷ്ടം. പിച്ചാച്ചി എടുത്ത് കല്ല് പൊട്ടിക്ക് പോയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇത് കുറച്ച് ടെസ്റ്റ് നമ്മുടെ ഇൻവെന്ററിയിൽ ഇട്ട് വയ്ക്കാം. ഓക്കെ പ്ലാന്റ്സ് ഓ ഞാൻ നോക്കുക ഒരെണ്ണം ഒരു സ്റ്റിക്കല്ലേ, ബാമ്പു മാറ്റിക്കാൻ സീഡ്സൊന്നും ഇപ്പം വേണ്ട. ആദ്യം നമ്മളെ ഒരു വീടും കുടിയിലൊക്കെ ആക്കട്ടെ. കേട്ടോ ബൈ ബൈ ടാറ്റാ ഗുഡ് ബൈ. ഞാൻ വിചാരിക്കും ഇപ്പം അതിലേക്ക് നമ്മൾ എവിടെ പോവാണ്. നമ്മളപ്പുറത്തെ പ്രദേശം വരെ പോകുന്നുണ്ട്. ഇതിനെ പറക്കാനാണ് നമ്മളപ്പുറത്തെ രാജ്യത്ത് പോകുന്നു, ഓരോ സാധനങ്ങൾ എടുക്കുന്നു, ദുരന്തത്തി ചെസ്റ്റ് എടുത്താൽ പോകണം. ചെസ്റ്റ് എടുത്തിട്ട് സാൻഡൊക്കെ നമുക്ക് വെച്ച് തരാൻ അത് മതി. കൈ കൊണ്ട് പൊട്ടിച്ചാലും ഇവിടെയാണ് ആ ഗുണാകേവ് മാത്രമുള്ള സാധനം. ഗുണാകേവ് വേറെ ഉണ്ട്, അതിൽ ചാടിയാൽ നമുക്ക് വരും. കഴിച്ചു ഇവിടെ നിന്ന് ചാടിയാൽ നമുക്ക് ചാവും. നമ്മൾ ഫസ്റ്റ് ഒരു പിക്കാസ് ഉണ്ടാക്കണം. പിച്ചാച്ചി അതായിരിക്കും ബെസ്റ്റ്. പിച്ചാച്ചി ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. നമ്മൾ ഈ കോളും കാര്യങ്ങളും കിട്ടൂല. നമുക്ക് ഈ പിച്ചാച്ചി ആണ്. ആ പിച്ചാച്ചിയുടെ ഇതൊന്നും പൊടിയാൻ പറ്റില്ല കേട്ടോ. പിച്ചാച്ചി ഉണ്ട്. സ്റ്റോൺ പിക്കാക്സ് വേണം. സ്റ്റോൺ പൊട്ടിച്ചാൽ മതി. കാണുന്നത് അമ്മച്ചി നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് പൊട്ടി ഇതിൻ്റെ അടിയിലേക്ക് പോയ ലാഭ എന്തിനാണ് ഒരുമാതിരി ജീവിക്കുന്ന ശബ്ദം. ഇവിടെ ആരെങ്കിലും ഇത്തിരി വെളിച്ചം വെച്ചൂടെ? എൻ്റെ ആഗ്രഹം ഈ സാധനം പൊട്ടിക്കണം. ചാച്ചി എടുത്ത് പൊട്ടിക്കടി. ഒരു സോംബിയാണ് കറങ്ങി ചെസ്റ്റ് എടുക്കടേ. ബോൺസ് ഇരുന്നോട്ടെ അല്ലേ? പട്ടീര വല്ലതും കണ്ടാ പറ്റി. ഗൺ പൗഡർ
ഡിസ്കോ ഡാൻസ് ഒന്നും വേണ്ട. ഗോൾഡൻ ആപ്പിളാ റോമട്ടനും വേണ്ട. റോട്ടം ഫ്ലഷ് റോമട്ടനല്ല അതാണെങ്കിൽ എടുത്ത് കളഞ്ഞൂടെ വേണ്ടാന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയാനും പറ്റും. ചെസ്റ്റ് പൊട്ടിച്ചെടുത്തിട്ട് വേണ്ട, നമുക്ക് ഈ സാധനം പൊട്ടിച്ചെടുക്കാം. ഇവിടെ നമ്മൾ നശിപ്പിക്കുകയാണ്. നമുക്ക് ഈ പൂപ്പലകളൊക്കെ പൊട്ടിക്കാം. ഇത് ഭയങ്കര ഇഷ്ടമാണ് പൂപ്പലകൾ. എൻ്റെ തറ ഞാൻ പണിയേ. ഈ പൂപ്പലൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ വരും. ആ പൂപ്പല അങ്ങനെ പൊട്ടിച്ചിട്ട് വരുന്നത് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ പറിച്ചു. രാത്രിയിലെങ്ങനെ നമുക്കിനിപ്പോൾ ഒരു കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തിന് കോള അവിടെ അതിങ്ങനെ വെച്ച് വെച്ച് പോകുമ്പോൾ ഈ സാൻഡ് താഴെ വരും. അതൊരു മറ്റടക്ക പരിപാടി ഇട്ടാ ഗ്രേവിലൊക്കെ നമുക്ക് ഗ്രേവലും അടർന്നു. ഇത് വെച്ചോ നമുക്ക് പിന്നില്ല. ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ വെള്ളം കളർ. ഇവിടെ കോളുണ്ട് ഇവിടെ കോളുണ്ട് പൊട്ടിക്കാം. വെള്ളം വരും. കോള് കിട്ടി. ഒരു കൂടുതൽ എവിടെ അടക്കട്ടെ. എൻ്റെ ഒരു ഐഡിയ എടുക്കലിട്ട് വരാം. സാൻഡ് കൊണ്ട് അടച്ചോ കുഴപ്പമില്ല. സാൻഡ് കൊണ്ട് അടച്ചാൽ സാൻഡ് അടക്കും. സാൻഡ് ഒഴുകിപ്പോവും. അതിനെ അങ്ങോട്ട് നടക്കും. അയ്യോ വെള്ളമൊക്കെ വെച്ചിപ്പോയല്ലോ. നിന്നെ കൊണ്ട് ഭയങ്കര കഷ്ടമായില്ലോ. അപ്പം നോക്കിയാലും ഇങ്ങോട്ട് ചാടിക്കൊണ്ട് ഈ കോൾ എടുക്കാനാണ് വന്നത്. ഇവിടെ വേണമെങ്കിൽ കോളുണ്ടോന്ന് വേണേ കേസ് ഞാനിപ്പോൾ നോക്കിയത്. അവിടെ ഒരു ഗുഹ ഇരിക്കണം കഴിച്ച് നമ്മൾ ഇതിന് പോകുമ്പോൾ ഫാനിന് പകരം ചേഞ്ച് ചെയ്ത് രാവിലെ കേട്ടോ. നമ്മൾ രാത്രി ഒന്നുമാണ് ഒരു ദിവസം പോയി ഉറക്കം. അങ്ങനെ കരയണം പോലെയുണ്ടല്ല ഗൈസ്. ഇനിയും പോ ഗൈസ്. ജംഗിൾ പ്ലാനറ്റ്സ് പോകുന്ന രണ്ട് വേറെ. ഇനി വെക്കാൻ വരണം കൂടി. ഒരു ഗോള് വെള്ളത്തിൻ്റെ അടിയെ പോവും. സെറ്റ് മതി, അത്ര മതി. പിക്കാച്ചി എടുക്കൂ, ഇരിപ്പിടം മാറ്റൂ. പിക്കാക്സ് എടുക്കൂ, ഇരിപ്പിടം മാറ്റൂ. ഏകദേശം സങ്കടമൊക്കെ ജംഗിൾ പ്ലാന്റ്സ് അവിടെ ഇട്ടേ നശിപ്പിച്ചു. അടിയിൽന്ന് പോയിട്ട് ഇടറി അപ്പോഴേ ശരിയാവുള്ളൂ. ഈ അടിയിലേക്ക് പോയിട്ട് നിന്റെ സാധനങ്ങൾ എടുത്തിട്ട് വാ. പിക്കാക്സ് ഒരെണ്ണല്ലേ പിക്കാക്സ്. ഇത് പ്രത്യേകത കൊണ്ട് അത്ര ഉണ്ടാക്കാൻ പറ്റുന്ന വിചാരിക്കും. ഇരിക്കലും മാറ്റത്
ഓൾറെഡി. ചിലതിൻ്റെ ഉള്ളിൽ മാത്രമേ മണിക്കുള്ളൂ. എന്താണ് സോ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയും അടുത്ത പാർട്ടിലിടാവേ. ബൈ ബൈ.